ഇത് ഞാൻ എൻ്റെ മെഷർമെൻറ്റ്സിലാണ് ചെയ്യുന്നത്. എൽ സൈസാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ മെഷറാണ് ഞാൻ ചെയ്യുന്നത്. ഷോൾഡർ 4 ഇഞ്ചാണ്. നെക്ക് വിഡ്ത്ത് ഞാൻ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. നെക്കിൻ്റെ ഡെപ്ത്ത് 8.5 ഇഞ്ച്. എൽ സൈസാണ് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കേണ്ട. ആം ഹോൾ 9.5 ഇഞ്ച് വിത്ത് സീമാണ്. ചെസ്റ്റ് 21.5 ഇഞ്ച്. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി വേണം എടുക്കാനായിട്ട്. ടോട്ടൽ ലെങ്ത്ത് ടോപ്പിന് 30 ആണ്. 30 ഇഞ്ചസാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ആ മോഡലൊന്ന് ഫിഗർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവൊക്കെ വെക്കാൻ തികയോ എന്ന് നമുക്ക് നോക്കാം. 1.5 മീറ്റർ ക്ലോത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കൈ വെക്കാൻ ചിലപ്പോൾ നമ്മൾ പ്ലീറ്റഡ് സ്ലീവ് വെക്കേണ്ടി വരും. അതാണ് കുറച്ചൊരു ഭംഗി. നമുക്കിനി ഈ മെഷർമെൻറ്റിൻ്റെയൊക്കെ പാറ്റേൺ വെട്ടാം. അപ്പോൾ ആദ്യം ഞാൻ 7 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. 4 ഇഞ്ച് ഷോൾഡറും 3 ഇഞ്ച് നെക്ക് വിഡ്ത്തുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്താം. അതിനുശേഷം നെക്കിൻ്റെ പോർഷൻ നമ്മൾ ഒന്ന് ചരിച്ചിട്ട് നമുക്ക് 8.5 ഇഞ്ചാണ് നെക്കിൻ്റെ ഡെപ്ത്ത് വേണ്ടത്. അത് ക്ലീവേഷൻ ഒന്നും കാണാതെ വേണം നിങ്ങൾ ചെയ്യാൻ. അടുത്തതായിട്ട് നമുക്കൊരു ആം ഹോൾ മാർക്ക് ചെയ്യാനുണ്ട്. ഞാനിവിടെ 8.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. കർവ് ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ആം ഹോള് കൃത്യം കിട്ടും. 50 ഇഞ്ച് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ 8 ഇഞ്ച് കൊടുത്തു. പിന്നെ നമ്മൾ ചെസ്റ്റ് എടുക്കുകയാണ്. ചെസ്റ്റിന് 21.5 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ ഹാഫ് എടുക്കുന്നുണ്ട്. ഓൾറെഡി സീം അതിനകത്തുണ്ട്. നമ്മൾ സീമോട് കൂടിയാണ് അത് മാർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ആം ഹോൾ വരച്ചു. ആം ഹോളിൻ്റെ നേരിട്ട് ചെസ്റ്റിൻ്റെ പോർഷൻ മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് അതിനൊന്ന് കർവ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 13.5 ഇഞ്ചാണ് നമ്മുടെ മെയിൻ പാർട്ടിൻ്റെ, അതായത് യോക്ക് പാർട്ടിൻ്റെ ആ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ കുറച്ച് കയറ്റിയിട്ട് 13 ഇഞ്ച് എന്ന് പറയുമ്പോൾ യോക്ക് പാർട്ട് മുഴുവനായിട്ടുമുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യോക്ക് പാർട്ട് അത് അടയാളപ്പെടുത്തുന്നുണ്ട് 13.5 ഇഞ്ച്. വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ ഒരു 3 ഇഞ്ച് കയറ്റിയിട്ട് അടിയിലത്തെ പോർഷൻ 3 ഇഞ്ച് ഒന്ന് കയറ്റി നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ താഴെ നിന്നൊരു 3 ഇഞ്ച് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നമ്മുടെ ഫ്രണ്ട് യോക്ക് പാർട്ടിൻ്റെ പാറ്റേൺ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനിയും ബാക്ക് പാർട്ടും കൂടി പാറ്റേൺ മേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഫ്രണ്ട് പാർട്ടിൽ ചെയ്തുള്ളത് പോലെ ചെയ്യാണ്. ഷോൾഡർ അടയാളപ്പെടുത്തി, നെക്ക് വിഡ്ത്ത് അടയാളപ്പെടുത്തി, ഞാൻ ബാക്ക് വശത്ത് 5.5 ഇഞ്ച് കൊടുക്കാമെന്ന് വെച്ചു. പിന്നെ ഒരു 6 കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു 6 ഇഞ്ച് തന്നെ കൊടുത്തു, കാരണം അത് റൗണ്ട് ഷേപ്പിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ ടേപ്പൊക്കെ വെച്ച് വിഡ്ത്തൊക്കെ അടയാളപ്പെടുത്തിയതിന് ശേഷം ആം ഹോൾ ഉപയോഗിച്ച് നെക്കൊന്ന് കർവ് ചെയ്ത് വരച്ചു. നമ്മൾ ഫ്രണ്ട് പാർട്ട് ചെയ്തെടുത്തത് പോലെ തന്നെയാണ് ഷോൾഡർ, നെക്ക് വിഡ്ത്ത്, ആം ഹോള് ഒക്കെ ഒരുപോലെയാണ്. പക്ഷെ 3 ഇഞ്ച് നമ്മൾ കയറ്റി ഒന്ന് വെട്ടിയായിരുന്നു. അത് മാത്രം ഇതിന് വേണ്ട. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്.
ഇത്തിരി ഷേപ്പിന് വേണ്ടി നമ്മൾ 1 ഇഞ്ചൊന്ന് ചരിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു, ചരിച്ച് വെട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഷേപ്പിന് വേണ്ടിയാണ്.